فإن الجنة هي المأوى. അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന ഭയമുണ്ടായി. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വീട് സ്വർഗമാണ്. ഇന്ന് നമ്മളെല്ലാം ഇച്ഛകളുടെ ലോകത്ത്, ഇഷ്ടങ്ങളുടെ ലോകത്ത്, ശാരീരികമായ താല്പര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. ഇഷ്ടമുള്ളത് കുടിക്കണം, ഇഷ്ടമുള്ളത് എടുക്കണം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം, സ്വർഗം കിട്ടുകയും വേണമെന്ന്. എന്റെ ഉമ്മമാരെ, നിങ്ങൾ അറിയണം, ശരീരത്തിന്റെ ഭാഗഭംഗങ്ങളെയും ശരീരത്തിന്റെ ശൈലികളെയും അന്യപുരുഷന്മാർക്കറിയുന്ന വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ ശരീരം വിളിച്ചു പറയുമ്പോൾ അതിനെ വിലങ്ങിയിട്ട് അല്ലാഹനെ ഭയന്നോ, നിങ്ങൾക്കുള്ള വീട് സ്വർഗമാണ്. ഇന്ന് നമ്മുടെ ആളുകൾക്ക് അത്തരം ആലോചനകളില്ല. അതാ നമ്മുടെ സമുദായത്തിന്റെ ഉമ്മമാര്, പെങ്ങന്മാര് മഞ്ചേരി അങ്ങാടിയിലൂടെ, കൊണ്ടോട്ടി തെരുവിലൂടെ, മലപ്പുറം ടൗണിലൂടെ, കോഴിക്കോട് പട്ടണത്തിലൂടെ അവരതാ ആഭാസമുള്ള വേഷം ധരിച്ച് നടക്കുകയാണ്. അല്ലാഹുവിനെ ഭയക്കാൻ ഇന്ന് ആളുകൾ കുറവാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു മുസ്ലിയാരുടെ സ്റ്റേറ്റ്മെന്റ് പോലെയല്ല, ഒരു രാഷ്ട്രീയക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലെയല്ല, കേവലം ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല. അത് മുഴുവനും പുലരാനുള്ളതാണ്, വരാനുള്ള യാഥാർത്ഥ്യമാണ്. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉടുത്തിട്ടുണ്ട് പക്ഷേ ഉടുക്കാത്ത പോലെയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല. നമ്മൾ വിചാരിക്കും പണ്ട് മുതലേ എല്ലാ മുസ്ലിയാമാരും വഴതു പറയുന്നുണ്ട്, അതുണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി, അത് നടന്നാലായി, ഇല്ലെങ്കിലായി. അത് ഉറപ്പിക്കുന്ന മനസ്സുകൾ ഇവിടെയില്ല. ഏതെല്ലാമോ ലോകത്ത് ജീവിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഉമ്മമാരോട് ഞാൻ എന്റെ വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമായും വരാനുള്ളതാണ്. അന്നമാ ഖാല വഖിഉ, പറഞ്ഞത് പുലരാനുള്ളതാണ്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് പറഞ്ഞു, ഇതാ ഇന്ന സ്ഥലത്ത് ഹാദാ മസ്റഉ ഫുലാൻ വ മസ്റഉ ഫുലാൻ. നബി തങ്ങൾ പറഞ്ഞു, നാളെ ഇവിടെയാണ് ഇന്നാലിന്നാള് വീഴുന്നത്. അബൂജഹൽ നാളെ മരിച്ചിവിടെ കിടക്കും, ഉത്ബത്ത് ഇവിടെ കിടക്കും എന്നിങ്ങനെ ഓരോരുത്തരും വീഴുന്ന സ്ഥലങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. അപ്പടി തന്നെ പിറ്റേന്ന് രാവിലെ, പിറ്റേ ദിവസമായപ്പോൾ സ്വഹാബത്ത് പോയി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരൽ കൊണ്ട് ചൂണ്ടിയേടത്ത് നിന്ന് കടുകിട മാറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ തങ്ങളുടെ അതേ ദിനങ്ങളിൽ തന്നെ പുലർന്നു. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്താണ് തെളിയുന്നത്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അതാ പിന്നാലെ നബി തങ്ങളെ കടന്നു പിടിക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ വാഹനം ഭൂമിയിലേക്ക് ആണ്ട് അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ചോദ്യമുണ്ട്, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. ഓ സുറാഖ, കിസ്റ രാജാവിന്റെ 2 വളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാഖ? സുറാഖത്ത് ബിൻ മാലിക് അത് മനസ്സിൽ ഓർമ്മ വെക്കുകയാണ്. പിന്നീട് സുരക്ഷയ്ക്കുള്ള കരാർ വാങ്ങുകയാണ്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നില്ല.
മക്കാ വിജയത്തിന്റെ അന്ന് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വഫാത്തായി. സുറാഖത്ത് ബിൻ മാലിക് എന്നവരുടെ മനസ്സിൽ ഈ ഓർമ്മയുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായി, മഹാനവറുകൾ വഫാത്തായി. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. കിസ്റായുടെ കോട്ടകൊത്തളങ്ങളിലെ ഖജനാവുകൾ മുഴുവനും കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ കിസ്റാ രാജാവിന്റെ 2 വളകളാണ്. അതാ അത് ഉയർത്തിപ്പിടിച്ചിട്ട് വിളിക്കുന്നു, സുറാഖ എവിടെ? സുറാഖത്ത് ബിൻ മാലിക് എവിടെ? അറിയുമോ? സുറാഖ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കയ്യിലിട്ട് കൊടുത്തപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, കൈയൊന്ന് ഉയർത്തിപ്പിടിക്ക് സുറാഖ. അൽഹംദുലില്ലാഹില്ലദീ സലബഹാ മിൻ കിസ്റാ وألبسها لأعرابي من بني هدلج. അതാ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബനൂ ഹദ്ലജിലെ അറാബിയുടെ കയ്യിലേക്ക് രാജവളകളെ അണിയിച്ച അല്ലാഹ് നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞ് തക്ബീർ മുഴക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതാ അന്ന് പുലർന്ന സംഭവങ്ങളുണ്ട്, നബി തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, പിന്നീട് പുലർന്നതുണ്ട്, ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് ഇതെല്ലാം അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്? മറ്റൊന്നിനുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഉണ്ടാകുമെന്ന്. നാളെ വരാനുള്ള ലോകത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുലരുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കാനാണ് ഈ നുബുവാത്തുകൾ മുഴുവനും മുമ്പിൽ വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 8 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ ഏകദേശം 16 മണിക്കൂർ CD ഉണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കണമെന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലകളിൽ പുലർന്നു, ഇന്ന് പുലരുന്നു, നാളെ പുലരാൻ കാത്തിരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിച്ച് ബനിയൻ ടൈപ്പ് ചുരിദാറിട്ട് തല തുറന്നിട്ട് തെരുവിൽ ഇറങ്ങി ആർഭാടത്തിന്റെയും ആഭാസത്തിന്റെയും വേഷം ധരിച്ച് സിനിമാ നടീനടന്മാരുടെ മോഡലുകൾ സ്വീകരിച്ച് നിങ്ങളിങ്ങനെ നടന്നാൽ ലാ യദ്ഖുലുൽ ജന്ന, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞതാരാണ്? പറഞ്ഞത് മുഴുവനും പുലർന്ന നേതാവാണ്. പറഞ്ഞത് മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. അന്നമാ ഖാല വാഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരാനുള്ളതാണ്. പൊയ്വാക്കുകൾ അവിടുന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കണേ. ഇഷ്ടമുള്ളത് മുഴുവനും കാണാനുള്ള കണ്ണ് റബ്ബ് നമുക്ക് തന്നിട്ടില്ല. അല്ലാഹ് അനുവദിച്ച കാര്യം കാണാനാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ അരുതായ്മകളും കണ്ടു തീർക്കുന്ന യുവജനങ്ങളെ, അലം നജഅൽ ലഹു ഐനൈൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. എല്ലാം നിങ്ങൾക്ക് നൽകിയതാരാണ്? രക്ഷിതാവായ റബ്ബല്ലേ നിങ്ങൾക്ക് നൽകിയത്. പരിശുദ്ധമായ ഖുർആനിന്റെ ചില ചോദ്യമുണ്ട്, അതവനെ അറിയാനുള്ള ചോദ്യമാണ്. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ.
സ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യ ജന്മത്തിന്റെ നിമിത്തമായി പടച്ചവൻ വെച്ചതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ? നമ്മളാണോ നിങ്ങളാണോ അതിന്റെ സംവിധായകൻ? ആരാണ് അതിന്റെ പടച്ചവൻ? ആരാണ് നിങ്ങൾക്കറിയുമോ? ആ രക്ഷിതാവിന്റെ വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ? ഇവിടെയുള്ള കൃഷികളെ മുളപ്പിക്കുന്നവൻ ആരാണ്? ലതാദികളെ മുളപ്പിക്കുന്നവനും ഫലം നൽകുന്നവനും ആരാണ്? നമ്മളാണോ നിങ്ങളാണോ? ഇതിന്റെ അധിപനാരാണ്? ഉടമസ്ഥനാരാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ أأنتم أنزلتموه من المزن أم نحن المنزلون? ആരാണ് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവൻ? ആരാണ്? നിങ്ങൾ പാനം ചെയ്യുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കിയവനാരാണ്? ഇതിന്റെ ഉടമസ്ഥനും അജയ്യനായ അധികാരിയും ആരാണ്? ആ രക്ഷിതാവിന്റെ വചനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ? വെള്ളത്തിന്റെ അധിപനാരാണ്? അഗ്നിയുടെ അധികാരി ആരാണ്? കൃഷിയിടങ്ങളുടെ അധിപനാരാണ്? നിങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായി വെച്ചിട്ടുള്ള ബീജത്തിന്റെ അധികാരി ആരാണ്? ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എത്തിച്ചേരുന്നത് ഇലല്ലാഹിൽ വാഹിദിൽ മന്നാൻ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക. ആ അല്ലാഹുവിനെ നിങ്ങൾ മറന്നുപോയോ? ആ പടച്ചവനെ പേടിച്ചിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അങ്ങനെയുള്ള അല്ലാഹുവിനെ നിങ്ങൾ ഭയന്നുകൊണ്ട് ദേഹേച്ഛകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. മനോഹരമായ സ്വർഗം അത് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു വെച്ചിരിക്കുന്നു. അതിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും മുടങ്ങില്ല, അതിന്റെ ഔദാര്യങ്ങൾ അവസാനിക്കില്ല. അങ്ങനെയുള്ള സ്വർഗമാണ് വെച്ചിരിക്കുന്നത്. അറിയുമോ സഹോദരന്മാരെ, ഹദീസിൽ കാണാം, മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ ജിബ്രീൽ, സ്വർഗം പടച്ചിട്ട് അല്ലാഹു തആല വിളിക്കുന്നു, ജിബ്രീലേ, ആ സ്വർഗമെന്ന് പോയി നോക്ക് ജിബ്രീൽ, അതെങ്ങനെയുണ്ട് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കിയപ്പോൾ എത്ര മനോഹരമാണ് സ്വർഗം, എത്ര സുന്ദരമാണ് സ്വർഗം, അതിലെ അനുഗ്രഹങ്ങൾ എത്രയാണ് ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തെ വിശദീകരിക്കുന്നില്ലേ? ആ സ്വർഗത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണ്. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ചൂടും തണുപ്പുമില്ലാത്ത മനോഹരമായ സ്വർഗമാണ്. അല്ലെങ്കിൽ
ചന്ദ്രനും സൂര്യനുമില്ലാതെ വെളിച്ചം നൽകുന്ന സ്വർഗമാണ്. അങ്ങനെയുള്ള മനോഹരമായ സ്വർഗ പറുദീസ. വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ വയുതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത് ഖവാരീറാ. സ്വർഗം, ആ സ്വർഗത്തിലെ തണൽ, സ്വർഗത്തിലെ പഴങ്ങൾ, അതെല്ലാവർക്കും എത്തുന്ന പഴങ്ങളാണ്. യനാലുൽ ഖായിമു വൽ ഖായിദു വൽ മുൽതജി. കിടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കും എടുക്കാൻ പറ്റുന്ന പാകത്തിൽ അതിലെ പഴങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. വെള്ളിക്കോപ്പകളിൽ വെള്ളവും കൊണ്ട് നിങ്ങളുടെ ചുറ്റും അതാ വരികയാണ്. ഇഷ്ടമുള്ളത് എത്രയോ അത്രയുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. വഖദ്ദറൂഹാ തഖ്ദീറാ. ഏറിപ്പോയെന്ന് പറയാനില്ല, കുറഞ്ഞു പോയെന്ന് പറയാനില്ല. അത്രമേൽ നിങ്ങൾ വിതരണം ചെയ്യുന്ന സ്വർഗമാണ്. അതെല്ലാം പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്വർഗം കണ്ടിട്ട് വന്ന് പറയുന്നു, യാ അല്ലാഹ്, ഈ സ്വർഗമാരും ആഗ്രഹിക്കാതിരിക്കില്ല. ഇത്രമേൽ വലിയ സൗന്ദര്യങ്ങളുടെ ലോകമാണ്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്. ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരാൾക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്വർഗമാണ്, അങ്ങനെയുള്ള സ്വർഗമാണ്. അപ്പോൾ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ജിബ്രീൽ, നരകം ഞാൻ പടച്ചിട്ടുണ്ടെന്ന് പോയി നോക്കണം ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം നരകം പോയി നോക്കുകയാണ്. അതിലെ അഗ്നിജ്വാലകളാണ്, അതിലെ ചങ്ങലകളാണ്, അതിലെ പാനീയമാണ്. എല്ലാം വൃത്തികേടാണ്, എല്ലാം മോശമാണ്, എല്ലാം ദുരന്തമാണ്, ദുർഗന്ധമാണ്. കണ്ടിട്ട് പറയുന്നു, അല്ലാഹ്, ഈ നരകത്തിൽ കിടക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല. ഇത് ഭയാനകമായ വീടാണ് അല്ലാഹ്, ഇത് വല്ലാത്ത വീടാണ്. അപ്പോഴാണ് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, ഇനിയൊന്ന് പോയി നോക്കിയേ ജിബ്രീലേ ആ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല സ്വർഗത്തെ അങ്ങ് കവർ ചെയ്തു. ബിൽ മകാരിഹി, അനിഷ്ടങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. അഥവാ സ്വർഗത്തിൽ പോകേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. തണുപ്പുള്ള വെളുപ്പാൻ കാലത്തെഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ ഉളു എടുക്കുകയാണ്. ചൂടുള്ള പകലിൽ നോമ്പെടുക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്. കീശയിലുള്ള ക്യാഷ് എടുത്തിട്ട് ചെലവഴിക്കുകയാണ്. അള്ളാന്റെ മാർഗത്തിൽ പടക്കളത്തിലേക്ക് വിളിക്കുമ്പോൾ ചാടിയിറങ്ങുകയാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടാണല്ലോ സ്വർഗത്തിൽ കിടക്കുന്നത്. വലികുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബുസ് സഈ മിൻഹു ദാഖിലുൻ ബിഅമാനി ബാബുൽ ജിഹാദി വഅകഅലാ വബാബുസ് യുദ്അൽ ബാബു ബിർറയ്യാനി ولسوف يدعى المرء من أبوابها جمعا إذا وفاجل الإيمان منهم أبو بكر والصديق ذاك خليفة المبعوث بالقرآن. കണ്ടില്ലേ
സ്വർഗത്തിലെല്ലാ സൽക്കർമ്മങ്ങൾക്കും വീടുകളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തവർ ആ കവാടങ്ങളിലൂടെ കടക്കുന്നതാണ്. അതിലേറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവർക്കുള്ള കവാടമാണ്. നോമ്പുകാർക്കുള്ള കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ചിലരെ സ്വർഗത്തിലെ എല്ലാ കവാടത്തിലൂടെയും മാടി വിളിക്കപ്പെടും. അതിൽപ്പെട്ട നേതാവാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തെ അല്ലാഹ് കവർ ചെയ്തിരിക്കുന്നത് അനിഷ്ടങ്ങൾ കൊണ്ടാണ്, പ്രത്യക്ഷത്തിൽ പ്രയാസങ്ങൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. എഴുന്നേറ്റ് നിസ്കരിക്കണം, ചൂടുള്ള കാലത്തും നോമ്പെടുക്കണം, കയ്യിലുള്ളതിൽ നിന്ന് ധർമ്മം ചെയ്യണം, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അന്യ പെണ്ണാണെങ്കിൽ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. അതുപോലെ അന്യപുരുഷനെയും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ അല്ലാഹു തആല കവർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, സ്വർഗം ഇങ്ങനെ കണ്ടാൽ ഇതിലാരും കടക്കുമോ അല്ലാ? ഇത് വലിയ പ്രയാസമാണ്. അഥവാ സ്വർഗം മനോഹരമായ വീടാണ്, അതിലേക്കുള്ള വഴി കുറച്ച് പ്രയാസകരമാണ്. സ്വർഗം വേണോ? നീ നിന്റെ പരിശ്രമം വേണം. وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون. ഖുർആൻ പറയുകയാണ്, ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് രത്നസമാനമായ സ്വർഗീയ റാണികളെ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ്. ആ കർമ്മങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട്, ആ കർമ്മങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതനുഭവിച്ചാലേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. പക്ഷേ സ്വർഗം ഏറ്റവും മനോഹരമായ വീട്. അതിൽ കടന്നാൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അനന്തമായ ആനുകൂല്യങ്ങളുടെ ലോകമാണ്, അനന്തമായ സൗകര്യങ്ങളുടെ ലോകമാണ്. അതിലേക്കുള്ള വഴി വരെ പ്രയാസകരമാണ്, അതിലേക്കുള്ള അധ്വാനം വലുതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലയോ അല്ലാഹ്, ഇതിലേക്ക് കടക്കാൻ ആളുകൾക്ക് പ്രയാസമാണല്ലോ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കവർ ചെയ്തു ബിശ്ശഹവാത്ത്, വികാരങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തപ്പോൾ, അഥവാ നരകത്തിലേക്ക് പോണ കാര്യങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തിട്ട് പറഞ്ഞു, ഓ ജിബ്രീൽ അലൈഹിസ്സലാം എന്നവരോട് പറയാണ്, പോയെന്ന് നോക്കണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കി. ഇഷ്ടമുള്ള പെണ്ണിനെ കാണാം, ഇഷ്ടമുള്ള ആണിനെ കാണാം, ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് രസിക്കാം, ഇഷ്ടമുള്ളത് മതിക്കാം, ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. നിയന്ത്രണങ്ങളില്ല, നിയമങ്ങളില്ല. ആടാനും പാടാനും ചാടാനും ഓടാനും എന്തിനും പറ്റുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന അബ്ദുൽ ഹവാ നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് രസമുള്ള കാര്യമാണ്. ഇഷ്ടമുള്ളതെന്തും ചെയ്യാം. ഇത് കണ്ടുവന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ്, ഇത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന വീണു പോകാനിടയുള്ളതാണല്ലോ അല്ലാഹ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ,
നരകത്തിലേക്കുള്ള വഴി ഈ ലോകത്തെ താൽക്കാലികമായി ചിന്തിക്കുമ്പോ വളരെ രസമുള്ളതാണ്, ആസ്വാദനമാണ്, സുഖകരമാണ്, രസമുള്ളതാണ്. അതില് വീണു പോകല്ലേ മോളെ. സ്വർഗത്തിൽ പോണോ? ഇഷ്ടമുള്ളതെല്ലാം കുടിക്കാനാവില്ല ഇവിടുന്ന്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനാവില്ല ഇവിടുന്ന്, ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാനാവില്ല ഇവിടുന്ന്. ഈ ചെറിയൊരു ജീവിതത്തെ അല്ലാഹു പറഞ്ഞ നിലക്ക് നിയന്ത്രിച്ച് പരിപാലിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അപ്പോഴാണ് സ്വർഗം കിട്ടുക. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മാർഗം എന്താണ്? അതാ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഓരോരാ കുളിച്ചോവർ. കൊടും തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമെന്ന നിലക്ക് ആവർത്തിച്ച് ജനാബത്തുണ്ടായപ്പോൾ, എപ്പോൾ ജനാബത്തുണ്ടായാലും ഉടനെ കുളിക്കുക എന്നത് സുന്നത്താണ്. ആ സുന്നത്തിനെ അങ്ങ് മുറുകെ പിടിച്ചപ്പോൾ അല്ലാഹു തആല നൽകിയ ബഹുമാനമാണ് അൽ വിലായ. അതുപോലെ അവരെ കണിശത പാലിക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുസരിക്കുകയാണ്. വികാരങ്ങളുടെ ലോകത്തോട്ട് വിട്ടിട്ട്, വികാരങ്ങളുടെ ലോകത്തെ തട്ടിമാറ്റിയിട്ട് വിചാരങ്ങളുടെ ലോകത്ത് വന്ന മഹാന്മാരാണ്. അവരവരുടെ ശരീരത്തെ അനുസരിച്ചില്ല. കാരണമെന്തേ? അന്നഫ്സു കത്ഫിലിൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിംഹു യൻഫതിമി. നീ നിന്റെ ശരീരത്തെ കയറൂരി വിട്ടാൽ പാല് കുടിക്കുന്ന കുഞ്ഞിനെ പോലെയാണ്. അതിങ്ങനെ പാല് കുടിച്ച് വലുതായി പോകും. ഇടയിൽ വെച്ച് നിയന്ത്രണം നൽകിയിട്ട് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് അതേ പടിയിലങ്ങ് വലുതാകുമേ. അപ്പോൾ മഹാന്മാരായ ഔലിയാക്കളെല്ലാം അവരുടെ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലാഹുവിന്റെ പവിത്രമായ ചര്യകളെ, ദീനിന്റെ ചിട്ടകളെ പാലിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ അവര് കൃത്യമായി പാലിക്കുകയാണ്. അതാണ് അവരുടെ മുഴുവനും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അല്ലാഹുവിനെ അനുസരിച്ചാൽ ഒരുക്കി വെച്ചിരിക്കുന്ന വീട്ടിന്റെ ആനുകൂല്യം എന്താണ്? ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ പാനീയം, അതിലെ അരുവികൾ, അതിൽ നിങ്ങൾക്ക് പരിചരണം നടത്താനുള്ള സുന്ദരന്മാരായ കുട്ടികൾ, അവർ നിതാന്ത ബാല്യത്തിന്റെ രത്നങ്ങളാണ്. അവരെല്ലാം നിങ്ങളുടെ കൂടെയുണ്ടേ. ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, അതുകൊണ്ട് ശരീരത്തിന്റെ തടിയിച്ചയിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹ് എന്ന ചിന്തയിലേക്ക് വന്നാൽ, അല്ലാഹ് അനുവദിച്ചതേ കാണാവൂ എന്ന ചിന്തയിലേക്ക്, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വികാരത്തിന്റെയും തോന്നിവാസത്തിന്റെയും പിന്നാലെ പോകൽ അത് ഹറാമാണ്. ഇന്നെല്ലാ നിയന്ത്രണങ്ങളും പോയ കാലം, എല്ലാ അരുതായ്മകളും കൈവെള്ളയിൽ വരുന്ന കാലം. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല. പരിശുദ്ധമായ സ്വർഗം, അതിലേക്കുള്ള വഴി കുറച്ച് പ്രയാസകരമാണ്. അതേ സമയത്ത് ശിക്ഷയുടെ വീടാകുന്ന നരകം, അതിലേക്കുള്ള വഴി കാണുമ്പോൾ വലിയ രസമാണ്,
കേൾക്കാൻ വലിയ രസമാണ്, നീ അതിൽ വീണു പോകണ്ട. അതാണ് ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖി എന്നവരോട് പറയാണ്, ഞാൻ അവിടുന്ന് പഠിച്ചപ്പോൾ എന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വന്നതാണ്. അതിന്റെ ഉദാഹരണമാണ് ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിലെ ഏറെ അനുഭവങ്ങളും മുഹീദ്ദീൻ മാലയിൽ നിന്ന് വായിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എല്ലാ ഔലിയാക്കളും അല്ലാഹുവിലേക്ക് ചേരാനുള്ള വഴി ഏതാണ്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഉറഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമീ وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ചക്രവാളത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചവരാണ് എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും. എല്ലാം അവിടുത്തെ പ്രകാശലോകത്തിന്റെ കിരണങ്ങളാണ്. എല്ലാം അവിടുത്തെ പ്രഭാവ ചക്രവാളത്തിന്റെ അംശങ്ങളാണ്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ്, ഔലിയാക്കളിൽ നിന്ന് ഉന്നതർ പ്രവാചകന്മാരാണ്, അവരിൽ നിന്ന് അത്യുന്നതരാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളോടുള്ള വലിയ ബന്ധമാണ് ശൈഖ് ജീലാനി തങ്ങളെ അതുല്യമായ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നത്. കണ്ടില്ലേ, ലികുല്ലി വലില്ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. ഖദമ എന്ന് പറയുന്ന വലിയ ആശയമുള്ള പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസ്റവി अच्छी लगी ना पैरवी अच्छी लगी, हम फकीरों को मदीने की गली अच्छी लगी. ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ്, പ്രത്യേകമായി അവിടുത്തെ പരിപാലനമാണ്. ശൈഖ് ജീലാനി തങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, ഖലായിദുൽ ജവാഹിറിൽ കാണുന്നില്ലേ, وقال أستاذنا الشيخ عبد القادر الجيلاني رضي الله عنه رأيت رسول الله صلى الله عليه وسلم قبل الظهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ളുഹറിന് മുമ്പ് ഞാനിങ്ങനെ കാണുകയാണ്. ആത്മീയമായ കാഴ്ചയാണ്. ഫഖാല ലീ യാ ബുനയ്യ, എന്നോട് ചോദിച്ചു, അല്ലയോ കുഞ്ഞുമോനെ, ലിമ ലാ തതകല്ലം, എന്തേ മോനെ പ്രസംഗിക്കാത്തത്, ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാത്തത് എന്താണ്? ഫഖുൽതു യാ അബാ, ഞാൻ പറഞ്ഞു, ഉപ്പാ, അന റജുലുൻ അഅജമിയുൻ, ഞാൻ ഒരു അനറബിയാണ്, പേർഷ്യക്കാരനാണല്ലോ. കൈഫ തകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദ്, സാഹിത്യ സാമ്രാട്ടുക്കളായ ബഗ്ദാദുകാരോട് ഞാൻ എങ്ങനെ ഭാഷണം നടത്താനാണ്, ഞാൻ എങ്ങനെ സംഭാഷണം നടത്താനാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇഫ്തഹ് ഫാക, വായ തുറക്കുമോനെ. ഫഫതഹ്തുഹു, ഞാൻ വായങ്ങ് തുറന്നപ്പോൾ ഫതഫല ഫീഹി സബ്ആ,
7 പ്രാവശ്യം എന്റെ വായിലേക്ക് തുപ്പിത്തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ജനങ്ങളോട് സംസാരിച്ചോളൂ, സംഭാഷണം നടത്തിക്കോളൂ, ഖുത്ബ നടത്തിക്കോളൂ, പ്രസംഗിച്ചുകൊള്ളൂ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. എന്നോട് പറഞ്ഞു, ജനങ്ങളെ നല്ല രീതിയിൽ നല്ല തന്ത്രപരമായി സതുപദേശത്തോടെ നയപരമായി ജനങ്ങളെ ദഅവത്ത് നടത്താൻ പറഞ്ഞു. ഞാൻ എങ്ങനെ ളുഹർ കഴിഞ്ഞിട്ട് സംസാരിക്കാനിരുന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ ഹാജരായപ്പോൾ എനിക്ക് ചെറിയൊരു പരിഭ്രമം. ഫറഅയ്തു അലിയൻ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നോട് പറഞ്ഞു, വായ തുറക്കാൻ. ഞാൻ തുറന്നു. എന്റെ വായിൽ 6 പ്രാവശ്യം തുപ്പിത്തന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ 7 തികയ്ക്കാത്തതെന്ന്? ഖാല അദബൻ മഅ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബാണ്. അവിടുന്ന് 7 പ്രാവശ്യം ചെയ്തപ്പോ ഞാനും 7 തന്നെയായി അതിന് പുറമേ ചെയ്യണ്ടെന്ന് കരുതിയതാണ്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരുപാട് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന, ഒരുപാട് ആളുകൾക്ക് തൗബ ചെയ്യാൻ അവസരം നൽകിയ, ഒരുപാട് ആളുകളെ ആത്മീയ ലോകത്തേക്ക് ക്ഷണിച്ച ശൈഖ് ജീലാനി തങ്ങളെക്കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച 6 മണിക്കൂർ CD IPB പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവിടുത്തെ ചരിത്രവും കറാമത്തുകളും വിശദമായി ഉദ്ധരണികളോടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു വന്ന മഹാനാണ്. അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധമാണ്. കണ്ടില്ലേ? ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ശൈഖ് ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നേരം മഹാനവറുകൾ പറയുന്നു, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظها بها شفتي. ഓ ഹബീബായ തങ്ങളെ, വിദൂരത്തായിരിക്കുമ്പോ എന്റെ ആത്മാവിനെ, എന്റെ സലാമിനെ ഇവിടത്തേക്ക് ഞാൻ അയക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹാജരാണ്. എനിക്ക് തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ തരണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും അവിടുത്തെ ആദരണീയമായ കരം ഖബറിന്റെ മേലേക്ക് വരുന്നു. മഹാനവറുകൾ ചുംബിക്കുന്നു. പിൽക്കാലത്ത് ഇതേ വരികൾ തന്നെ അഹ്മദുൽ കബീർ തങ്ങൾ ചൊല്ലുന്നു. അഹ്മദുൽ കബീർ തങ്ങൾക്കും ഇതേപോലെ അവിടുത്തെ ചുംബനം കൊടുക്കാൻ കരങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. ഇതാദ്യമുണ്ടായത് ശൈഖ് ജീലാനി തങ്ങൾ കാണുന്നു. അഹ്മദുൽ കബീർ തങ്ങൾ അനുബന്ധമായി ലഭിച്ചതാണെന്നും തറുദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായിൽ ഇമാം
മുഹമ്മദ് റിളാ ഖാൻ തങ്ങൾ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിർത്തിയ വലിയ ബന്ധമാണ്. അവസാനം അഹ്മദുൽ കബീർ തങ്ങൾക്ക് മദീനത്ത് നിന്ന് ഈ അനുഭവമുണ്ടായപ്പോൾ അന്ന് ഹാജരുള്ള മഹാന്മാരിൽ നിന്ന് പരമ്പരയായി അവസാനം വരെ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു വരെയുള്ള പരമ്പര ഉദ്ധരിച്ചിട്ട് ഈ വിഷയം സമർത്ഥിച്ച് രേഖകളോടെ എഴുതാൻ അഹ്മദുൽ കബീർ തങ്ങളുടെ ഈ അനുഭവത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് കാണാം. വരുന്നു ശൈഖ് ജീലാനി തങ്ങളുടെ എല്ലാമായ ബന്ധം. ലികുല്ലി വലില്ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി وما رفع قدما إلا وضعت قدمه في موضعه. അടിക്കടിയായി ചുവട് തെറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പാലിക്കുകയും ചിട്ടകളെ അനുസരിക്കുകയും ശരീഅത്തിനെ സംരക്ഷിക്കുകയും അതിനെ ദഅവത്ത് ചെയ്യുകയും എല്ലാം ചെയ്ത മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അല്ലാഹുവിലുള്ള അദമ്യമായ ചിന്തയിലൂടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് സുന്നത്തുകൾ പരിപാലിച്ചാണ് ആത്മീയ ചക്രവാളത്തിലെ വലിയ നേതാവായതെന്നും എല്ലാ ഔലിയാക്കളും ശാരീരിക താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ടാണ് ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുത്തതെന്നും എന്നെ ഓർമ്മപ്പെടുത്തി നിങ്ങളോടത് കേൾപ്പിച്ച് നമ്മളെല്ലാം തഖ്വയോടെ ജീവിക്കണമെന്ന് അറിയിച്ച് ഇന്ന അക്രമകും ഇൻദല്ലാഹി യതഖാകും, ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമ്മതങ്ങൾ ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി എന്നവരോട് പറഞ്ഞത് ഏറ്റവും മാന്യതയുള്ളവർ തഖ്വയുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അള്ളാന്റെ അടുക്കൽ മാന്യതയുള്ളവനാകാൻ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ചിന്തിച്ച് സ്വാലിഹീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നാട്ടുകാരെ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അതുപോലെ അൽഹംദുലില്ലാഹ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അതേ നാമമുള്ള ഈ കാലഘട്ടത്തിലെ വലിയ ഒരു പണ്ഡിത സാരഥി ഈ നാട്ടിൽ നിങ്ങൾക്കുണ്ട് എന്നത് വലിയ കാവലാണ്, വലിയ മഹത്വമാണ്. അല്ലാഹു തആല മഹാനരായ ഉസ്താദ് അവർക്ക് അവിടുത്തെ ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരുമായ ആലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരു കാലഘട്ടത്തിൽ ഒരു ആലിം ചെയ്യേണ്ട പണി, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഏറ്റവും വലിയ പണി എന്താണ്? ശരീഅത്തിനെതിരെ ഉള്ള തരീഖത്തിനെ ഗണ്ണിക്കലാണ്. മഹാനവറുകളുടെ ഏറ്റവും വലിയ പണി അതായിരുന്നു. മുഴുവൻ കള്ള തരീഖത്തുകാരുടെയും ആശയ വൈകല്യങ്ങളെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് ശരീഅത്തില്ലാത്ത ഒരു തരീഖത്തും ഇവിടെ ശരിയല്ലെന്ന് പറഞ്ഞ് അക്കാലത്തു തന്നെ വ്യാജ തരീഖത്തുകളെ മുഴുവനും വെട്ടിയോടിച്ച മഹാനാണ്. അൽഹംദുലില്ലാഹ് ഇക്കാലത്ത് വലിയ ദൗത്യം ചെയ്യുന്ന മഹാനായ പണ്ഡിതനാണ് നമ്മുടെ കൂടെയുള്ളത്. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
അത് വലിയ കെണിഞ്ഞ പണിയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ, ഇമാം ഗസാലി തങ്ങൾക്ക് ശേഷം മദ്റസത്തുൻ നിളാമിയയിലെ മുദർരിസാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ ആധികാരികതയുള്ള പണ്ഡിതനാണ്. എല്ലാ വ്യാജന്മാരുടെയും വ്യാജത്തരം കാലേ കൂട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞ മഹാനാണ്. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം നേരിട്ട മഹാനാണ്. ഒരു വിമർശനവും ഇതിൽ പ്രശ്നമല്ല, ഹക്ക് ഹക്കായി പറയലാണ് എന്ന നിലക്ക് രംഗത്തിറങ്ങിയ നേതാവാണ്. ആ ശൈഖ് ജീലാനി തങ്ങൾ കാണിച്ചു തന്ന ശരിയായ ശരീഅത്തിന്റെയും അതിന്റെ ഫലമാകുന്ന തരീഖത്തിന്റെയും അതിന്റെ നിധിയാകുന്ന ഹഖീഖത്തിന്റെയും ശരിയായ മാർഗങ്ങളെ അറിയാനും ആ മഹാന്മാര് ജീവിച്ച വഴിയിലൂടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ പ്രതിനിധികളായി നമുക്ക് നൽകിയ മഹാന്മാരായ അലിമീങ്ങൾ റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളും സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളും കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവറുകളും അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ അലിമീങ്ങൾ അവരുടെ ഊണും ഉറക്കുമില്ലാത്ത അധ്വാനം ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, ദീനിന്റെ കാവലിന് വേണ്ടിയാണ്. കണ്ടില്ലേ, വലിയ മുതലാളി 500 കമ്പനി ഉണ്ടാക്കിയിട്ട് മരിച്ചാൽ ആ മരിക്കുന്ന അതേ സെക്കൻഡിൽ ആ കമ്പനി മുഴുവനും അയാളുടേതല്ലാതായി മാറി. അതേ സമയത്ത് 1000 ആലിമീങ്ങളെ സമ്മാനിച്ചു പോകുന്ന മഹാന്മാർ അവരെന്നത്തേക്കും വലിയ ലാഭമുണ്ടാക്കിയ കച്ചവടക്കാരാണ്. അതാ അവർക്ക് അണമുറിയാതെ ആ ലാഭം ഖബറിലേക്ക് കിട്ടുകയാണ്. 500 സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി മരിച്ചാൽ ആ സെക്കൻഡ് മുതൽ അതിൽ നിന്നുള്ള ലാഭം അയാൾക്ക് നഷ്ടമായി പോയി, അയാൾക്ക് കിട്ടാതായി മുറിഞ്ഞുപോയി. അതേ സമയത്ത് 1000 ആലിമീങ്ങളെ വാർത്തെടുത്തിട്ട് വഫാത്തായ പണ്ഡിതൻ ആ മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ 1000 ആലിമീങ്ങളുടെയും അറിവിന്റെയും അതിൽ നിന്ന് പകർന്നെടുക്കുന്നവരുടെ അറിവിന്റെയും അവർ ചെയ്യുന്ന അമലിന്റെയും അവർ സമർപ്പിക്കുന്ന ദീനീ സേവനങ്ങളുടെയും ലാഭം അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബ്രാഞ്ചും കൊള്ളയടിക്കപ്പെടില്ല, ഒരു ശാഖയ്ക്കും ക്രൈസിസ് വരില്ല. പെട്രോളിന്റെ വില കുറഞ്ഞാലും അവരുടെ ലാഭം വന്നുകൊണ്ടേയിരിക്കും. ഒരു രാജ്യം സാമ്പത്തിക നഷ്ടത്തിലായാലും ഈ ഖബറിൽ കിടക്കുന്ന ആലിമീങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ ഇശാ നിസ്കരിച്ചില്ലേ, ഇതിന്റെ ഒരു പ്രതിഫലം ഇമാമുന ശാഫഈ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം ഇമാമുന ശാഫഈ തങ്ങളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് നിസ്കാരമെന്ന് പഠിപ്പിച്ചു തന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും നന്മയുടെ ഒരു പ്രതിഫലം ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ്. കാരണം മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നന്മയും നമുക്ക് നൽകിയ നേതാവാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ മഹബ്ബത്ത് ഖൽബിൽ നിറച്ചു തന്ന് അവസാനം അതാ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജനങ്ങളെ, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആക്കല്ലേ, സിനിമ കണ്ട് സമയം കൊല്ലല്ലേ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും വൃത്തികേട് ചെയ്യല്ലേ, കളവ് എഴുതല്ലേ, പറയല്ലേ, ഷെയർ ചെയ്യല്ലേ, ലൈക്ക് ചെയ്യല്ലേ. കാരണം കളവ് നരകത്തിലേക്കുള്ളതാണ്, ശരി സ്വർഗത്തിലേക്കുള്ളതാണ്.
പറയേണ്ടത് മാത്രം പറയണം. മാന്യതയില്ലാത്തതിൽ ഇടപെടരുത്. വൃത്തികെട്ട പ്രേമങ്ങളുടെ ലോകത്ത് പോകരുത്. എന്റെ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങളോട് ഈമാനിന്റെ ഭാഷയിൽ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വൃത്തികെട്ട കാഴ്ചകളിൽ നിന്ന് വിട്ടുനിന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് തഖ്വയോടെ ജീവിച്ച് തെരുവിൽ കറങ്ങി ഇസ്ലാമിന്റെ നിയമം ലംഘിക്കാതെ ടൂ വീലറിൽ കറങ്ങി മുഅ്മിനത്തിന്റെ മാന്യത കളയാതെ തെരുവിൽ ഉലാത്തിയിട്ട് സലാഹിയത്തിന്റെ ചിഹ്നം പണയം വെക്കാതെ തഖ്വയോടെ ജീവിക്കണേ. ഇവിടുത്തെ ഒരു 50 കൊല്ലത്തെയോ 60 കൊല്ലത്തെയോ ജീവിതം അങ്ങനൊന്ന് നിയന്ത്രിച്ചാൽ അനന്തമായ സ്വർഗം കിട്ടാനുണ്ട്. അല്ലാഹ്, ഞങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണിച്ചു തന്ന് അവിടത്തോടൊരു വിസ്വാല് നൽകിയിട്ട് അവസാനം യാ അശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, ആ ഹുബ്ബിന്റെ ലോകത്തൊന്ന് ചേർത്ത് തന്ന് ഞങ്ങളുടെ മരണം തങ്ങളെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്ന ഖബറിലേക്കാണെങ്കിൽ അതൊരു പുതിയ ജന്മമാണ്. അല്ലാഹ്, ആഖിബത്ത് നീ നന്നാക്കി തരണം. അല്ലാഹ്, ഹിദായത്തിന്റെ കാരണക്കാരായി ഹിദായത്തിന്റെ സ്രോതസ്സുകളായി ഞങ്ങളെയും ഇതാ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമുകളെയും സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളിലെ മുതഅല്ലിമുകളെയും നീ സ്വീകരിക്കണം. അല്ലാഹ്.